തിരികെ വാർത്തകളിലേക്ക്. കോതമംഗലത്ത് 23-കാരിയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ പ്രണയം നടിച്ച് മതം മാറ്റൽ ശ്രമമെന്ന ആരോപണം. പറവൂർ സ്വദേശി റമീസിനെതിരെയാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണം. റമീസും കുടുംബവും കല്യാണത്തിന് മതം മാറണമെന്ന് നിർബന്ധിച്ചു. വീട്ടിൽ കൊണ്ടുപോയി മർദ്ദിച്ചുവെന്നും കുടുംബം. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിലും ഗുരുതരാരോപണങ്ങൾ. കോതമംഗലം സ്വദേശിനി സോന എൽദോസിന്റെ മരണത്തിലാണ് ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. ഇന്നലെയാണ് പെൺകുട്ടി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ പ്രണയം നടിച്ച് മതം മാറ്റൽ ശ്രമമാണ് കാരണമെന്നുള്ള ആരോപണം ഉയരുന്നുണ്ടല്ലോ. എന്താണ് കുടുംബം ആരോപിക്കുന്നത്? രോഹിണി, സോന എൽദോസ് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് സ്വന്തം വീട്ടിലെ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ചത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ചില ആരോപണങ്ങളും ആക്ഷേപങ്ങളും കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല, പെൺകുട്ടി എഴുതിയ ആത്മഹത്യക്കുറിപ്പിലും ഈ പ്രണയം നടിച്ച് മതം മാറ്റാനുള്ള ശ്രമം, നിർബന്ധിച്ച് മതം മാറ്റാനായിട്ടുള്ള ശ്രമം ഉണ്ടായി എന്നുള്ള ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ കൂടി അടങ്ങിയിട്ടുണ്ട്. അതായത് പറവൂർ സ്വദേശിയായിട്ടുള്ള റമീസിനും കുടുംബത്തിനുമെതിരെയാണ് പെൺകുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പിൽ പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പെൺകുട്ടിയുടെ കുടുംബവും സമാനമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് ഈ റമീസും പെൺകുട്ടിയും ഇഷ്ടത്തിലായിരുന്നു. എന്നാൽ വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്നുള്ള ഒരു മാനദണ്ഡം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം ഈ പറയുന്ന റമീസും കുടുംബവും മുന്നോട്ട് വെച്ച് ആദ്യഘട്ടത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിനിടയിലാണ് റമീസ് അനാശാസ്യ പ്രവർത്തനത്തിന് പിടിയിലാകുന്നത്. ഈ സംഭവം അറിഞ്ഞതോടുകൂടി പെൺകുട്ടി ഈ മതം മാറാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടെടുത്തു. ഇത് വലിയ രീതിയിൽ പ്രകോപനം ഉണ്ടാക്കി എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആക്ഷേപം. ഇക്കഴിഞ്ഞ ആഴ്ച ഈ ആലുവയിൽ രജിസ്റ്റർ മാരേജ് കഴിക്കാമെന്ന് പറഞ്ഞ് വ്യാജേന തന്നെ വിളിച്ചു കൊണ്ടുപോയി പിന്നീട് അത് വീട്ടിലേക്ക് എത്തിച്ചതിന് ശേഷം റമീസിന്റെ വീട്ടുകാരും കൂട്ടുകാരും ചേർന്ന് തന്നെ നിർബന്ധിതമായി മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അതായത് പൊന്നാനിയിൽ പോകണം, നേരെ പൊന്നാനിയിലേക്ക് പോകണം, 2 മാസം കഴിഞ്ഞ് മാത്രമേ ഇവിടേക്ക് എത്തുകയുള്ളൂ, വീട്ടുകാരോടൊന്നും പറയണ്ട തുടങ്ങിയ കാര്യങ്ങളായിരുന്നു റമീസും കുടുംബവും ആവശ്യപ്പെട്ടത്. പക്ഷെ ഇത് ഈ പെൺകുട്ടി എതിർത്തു. തുടർന്ന് വലിയ രീതിയിലുള്ള മർദ്ദനം കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നു. പിന്നീട് കുട്ടി വീട്ടിൽ വന്ന സമയത്ത് വളരെ മാനസിക വിഷമത്തിലായിരുന്നു. തുടർന്നാണ് ഇന്നലെ ഉച്ചയോടുകൂടി ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. എന്തായാലും ഈ നിലവിൽ കോതമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുകയാണ്. BNSS 194 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. പെൺകുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പിൽ കൃത്യമായിട്ട് റമീസിനെതിരെയും കുടുംബത്തിനെതിരെയും പരാമർശങ്ങളുണ്ട്. പക്ഷേ ഇതുവരെ ആരെയും പ്രതി ചേർത്തിട്ടില്ല. കുടുംബം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം പ്രണയം നടിച്ചുകൊണ്ട് മതം മാറ്റാനുള്ള ശ്രമം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് പെൺകുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പിലും പറയുന്നത്. ആദ്യം തന്നെ ആ കുട്ടി പറയുന്നത്, ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കത്തില്ല. ഈ റമീസും കുടുംബവും മറ്റുള്ളവരും കൂട്ടുകാരും ചേർന്ന് മതം മാറ്റാനായിട്ട് ശ്രമിച്ചു. ഒപ്പം തന്നെ റമീസിന്റെ ചില ചെയ്തികൾ താൻ ക്ഷമിച്ചു. പക്ഷേ വീണ്ടും ഈ മതം മാറാമെന്ന് താൻ സമ്മതിച്ചതിന് ശേഷവും തനിക്കെതിരെ ക്രൂരതകൾ തുടർന്നു. അതുകൊണ്ട് ഈ പറയുന്ന റമീസും വീട്ടുകാരും ഒക്കെ തന്നെ മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് പെൺകുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പ് അവസാനിക്കുന്നത്. എന്തായാലും ഈ കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യയിൽ ലവ് ജിഹാദ് ഉണ്ട്, പ്രണയം നടിച്ച് മതം മാറ്റാനായിട്ടുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. പോലീസ് പക്ഷേ ഇക്കാര്യത്തിൽ ഒരു നിസ്സംഗത പാലിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അസ്വാഭാവിക മരണത്തിന് മാത്രം വകുപ്പ് ചുമത്തിക്കൊണ്ട് കേസെടുത്തിരിക്കുകയാണ്. കൃത്യമായിട്ടും ഈ ആത്മഹത്യക്കുറിപ്പിൽ പെൺകുട്ടി ഈ പറയുന്ന റമീസിനെതിരെയും കുടുംബത്തിനുമെതിരെയും ആരോപണങ്ങളും പരാമർശങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ റമീസും കുടുംബവുമാണ് തന്നെ മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്നാണ് പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത്. അത് മരണമൊഴിയായിട്ട് കണക്കാക്കിക്കൊണ്ട് ഇവർക്കെതിരെ, ഈ പറയുന്ന കുടുംബക്കാർക്കും റമീസിനുമെതിരെ നടപടി സ്വീകരിക്കേണ്ടതാണ്. എന്തായാലും കുടുംബം, അതായത് പെൺകുട്ടിയുടെ കുടുംബം ഇത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രോഹിണി. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.